ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ബ്ലോസം ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡെക്കറേഷൻ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് മോൾഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മോൾഡ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു മോൾഡ് എന്ന് പറയുന്നത്. ഇത് ചോക്ലേറ്റ് മോൾഡ് തന്നെയാണ്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന മോൾഡുകളാണ്. ഇതിൽ വരുന്നത് നമ്പേഴ്സാണ്. പിന്നെ ലെറ്റേഴ്സ് എന്ന് പറയാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്ററാണ് വരുന്നത്. പിന്നെ 2-3 സൈൻസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പും ഉണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സൊന്നും വരുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോൾഡാണ്. ബബിൾ മോൾഡ് എന്ന് പറയും. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ ഇതിലൊക്കെ ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ചോക്ലേറ്റും കാണാൻ. പിന്നെ ഇതൊക്കെ നമുക്ക് ചോക്ലേറ്റ് കേക്കിലൊക്കെ ഇതുപോലെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ ഡെക്കറേഷൻ വർക്കൊക്കെ വേഗം കഴിയും. അതുപോലെ തന്നെയാണ് ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത്. ഡയറി മിൽക്കിൻ്റെ ബാറൊക്കെ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോൾഡാണ് ഇത്. നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ടൊക്കെ നമുക്ക് കേക്കുമ്മലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്സൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വേഗം തന്നെ തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഡിമാൻഡ് ചെയ്തൊരു മോൾഡാണിത്. ഒരുപാട് സൈസൊന്നും ഇല്ല കേട്ടോ. അത് ചെറിയ സൈസാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് തോന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ വളരെ ചെറിയൊരു സൈസാണ്. ഒരു 12 ബാറാണ് വരുന്നത്, ചോക്ലേറ്റ് ബാർ തന്നെ. ഇതും ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിലാണ് ഒരുപാട് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ചോക്ലേറ്റ് മോൾഡാണ്. ഇത് നമുക്ക് ഡബിൾ ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ ലെയറിൽ നമുക്കിതിൽ നമ്പേഴ്സും വരുന്നുണ്ട്, ആൽഫബറ്റ്സും വരുന്നുണ്ട്. ഒരു ലെയറിൽ നമ്പേഴ്സും ആൽഫബറ്റ്സും നമുക്ക് ഇതുപോലെ ഒരു കളറിൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലത്തെ ലെയറിൽ വേറെ കളർ ആവുകയാണെങ്കിൽ ആ ഒരു ലെറ്റർ മാത്രം നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അത്യാവശ്യം വലിയ ഒരു 2 ടയർ കേക്കിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മോൾഡിൽ നമ്പേഴ്സാണ് വരുന്നത്. ഇതാണ് ലെറ്റേഴ്സ് വരുന്ന മോൾഡ് എന്ന് പറയുന്നത്. ഒരു 120, 160 ആ ഒരു റേഞ്ചിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള മോൾഡുകളാണ് ഇതൊക്കെ കേട്ടോ. ബിലോ 200 ആണ് ഇതിനെല്ലാത്തിനും വരുന്നത്. 200 എന്ന് പറയാൻ പറ്റും. 180യുടെ ബിലോ 180 എന്ന് പറയാം നമുക്ക്. അതിലും കുറച്ചാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ആണ്. പിന്നെ ഇത് നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ ചെറിയൊരു സൈസൊക്കെ ചെയ്യാൻ പറ്റിയ മോൾഡുകളാണ്. ഒരുപാട് ഷേപ്സ് ഇതിൽ വരുന്നുണ്ട്. കാറിൻ്റെ ആയാലും ബെയറിൻ്റെ ആയാലും പിന്നെ ചെറിയൊരു ഹോഴ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഷേപ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് കേക്കുമ്മലും ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ്സ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് അതിനേക്കാട്ടൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ സൈസുള്ള മോൾഡുകളാണ്. ബോൾ വരുന്നുണ്ട്, ബിയർ വരുന്നുണ്ട്, ഫ്ലവർ 2-3 ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സ് ആയിട്ട് വരുന്ന ഒരു മോൾഡാണ് ഇതെന്ന് പറയുന്നത്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ഒരു ഫുട്ബോൾ തീമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ബോളിൻ്റെയൊക്കെ ഷേപ്പ് നമുക്കതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു ഒരുപാട് ഡിമാൻഡ് ചെയ്തൊരു മോൾഡാണ് ഇതെന്ന് പറയുന്നത്. ആനിവേഴ്സറി കേക്കിനായാലും അതുപോലെ തന്നെ വാലൻറ്റൈൻസ് ഡേക്ക് ആയാലും അങ്ങനത്തെ ഒരുപാട് ഹാർട്ട് ഷേപ്പ് ഒരു 3D എഫക്റ്റ് ഉള്ള ഷേപ്സ് വരുന്ന ഒരു മോൾഡാണ്. പിന്നെ ഇതാണ് ബബിൾ മോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ബോൾസ് മോൾഡിൻ്റെ വീഡിയോ ഞാനിതിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ചെറിയ സൈസ് വരുന്ന ഒരു ബോൾ മോൾഡാണ് ഇതെന്ന് പറയുന്നത്. ആ ഒരു മോൾഡ് കിട്ടുന്നതിനെക്കാട്ടും മുമ്പ് ഞാൻ ഇതിലാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതിനും 90 റുപ്പീസൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതിലൊരു 3 ഷേപ്പിലുള്ള ബോൾസാണ് വരുന്നത്. അത് നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് 2 സൈഡും ജോയിൻ്റ് ചെയ്തിട്ട് ബോളാക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറിയൊരു സ്പിയർ മോൾഡാണ് ഇത് വരുന്നത്.
നമുക്ക് കപ്പ് കേക്കും ചെയ്യാം, അതുപോലെ തന്നെ വലിയ ബോൾസൊക്കെ ചെയ്യാൻ അത് യൂസ് ചെയ്യും. ഇതാണ് ഗ്ലോബ് കേക്കിനുള്ള ഒരു മോൾഡാണ് ഇതെന്ന് പറയണത്. ഇതിന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ഇതിൽ കേക്കും സെറ്റ് ചെയ്യാം, നമുക്ക് ചോക്ലേറ്റും ചെയ്തെടുക്കാം. ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഗ്ലോബ് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് പിനാട്ട കേക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഗിഫ്റ്റും ചോക്ലേറ്റ്സും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു കേക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കേക്ക്സിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്